ഹലോ, നമസ്കാരം. ഇന്നത്തെ സെഷനിൽ ബ്ലോക്ക് ചെയിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമായ രണ്ട് വാക്കുകളാണ് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസി. ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി ഈ രണ്ട് വാക്കുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നുകൂടി നമുക്ക് ഈ സെഷനിൽ മനസ്സിലാക്കാം. ബ്ലോക്ക് ചെയിൻ എന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമായി കഴിഞ്ഞു, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സെക്ടറിൽ. ഒരു ഡിസ്റപ്റ്റീവ് ടെക്നോളജിയായി തന്നെ ബ്ലോക്ക് ചെയിൻ മാറിക്കഴിഞ്ഞു. ബ്ലോക്ക് ചെയിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ബ്ലോക്ക് ചെയിൻ ഈസ് ആൻ ഇമ്മ്യൂട്ടബിൾ ടൈം സ്റ്റാമ്പ്ഡ് സീരീസ് റെക്കോർഡ് ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് മാനേജ്ഡ് ബൈ ക്ലസ്റ്റർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഡാറ്റ യൂഷ്വലി നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലോ ആയിരിക്കാം, ഒരു സെർവർ ആകാം. പക്ഷേ ഇവിടെ പറയുന്നത് ബ്ലോക്ക് ചെയിനിൽ ഡാറ്റ സൂക്ഷിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ്. അത് മാനേജ് ചെയ്യുന്നത് ക്ലസ്റ്റർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് കുറേ കമ്പ്യൂട്ടറുകൾ, കുറേ നോഡുകൾ, ഓരോ കമ്പ്യൂട്ടർ നമുക്ക് നോഡായിട്ട് കാണാം. നോഡുകളിലായിട്ട് ഡാറ്റ സൂക്ഷിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിൽ മാത്രമല്ലാതെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പല സിസ്റ്റങ്ങളിലായിട്ടാണ് ഡാറ്റ സൂക്ഷിക്കുന്നത്. ഇനി അടുത്തൊരു വാക്കാണ് ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്നത് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കാത്തത് എന്നർത്ഥമാണ്. ടൈം സ്റ്റാമ്പ്ഡ് സീരീസ് എന്നുദ്ദേശിക്കുന്നത് അതിൽ രേഖപ്പെടുത്തുന്ന ഓരോ ഡാറ്റയ്ക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സമയം, സെക്കൻഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ആ ഡാറ്റ എപ്പോഴാണ് സംഭവിച്ചത് എന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ഡാറ്റയുടെ കളക്ഷനാണ് ശരിക്കും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് കുറേ ബ്ലോക്കുകളുടെ ചെയിനാണ്, കുറേ ബ്ലോക്കുകൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. ബ്ലോക്ക് ചെയിൻ എന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ടെക്നിക്കൽ പ്രോബ്ലം അനലൈസ് ചെയ്യാം. ഡബിൾ സ്പെൻഡിങ്. അതായത് ഒരു ഫിസിക്കൽ ക്യാഷ് ആണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിക്ക് കൈമാറുമ്പോൾ അത് പൂർണ്ണമായും നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നു. അത് പിന്നെ നമുക്ക് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഡിജിറ്റൽ മണിയുടെ കാര്യം വരുമ്പോൾ, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിൻ്റെ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡബിൾ സ്പെൻഡിങ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആലീസ് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു ഡാറ്റ ബോബിന് കൊടുക്കുന്നു. ആലീസിന് വേണമെങ്കിൽ അതേ ഡാറ്റ ഡിലീറ്റ് ചെയ്യാതെ കരോളിന് കൊടുക്കാം. അതായത് ഒരേ ഡാറ്റയെ, ഒരേ ട്രാൻസാക്ഷൻ തന്നെ രണ്ട് തവണ സംഭവിക്കുന്നു. അപ്പോൾ ശരിക്കും ബോബിനും കരോളിനും കിട്ടിയ ഒരേ സാധനങ്ങളാണ്. ആരുടെ കയ്യിലാണ് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ കിട്ടിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡബിൾ സ്പെൻഡിങ്. എന്നാൽ ഫിസിക്കൽ വേൾഡിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം ഫിസിക്കൽ ക്യാഷ് ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ ഡബിൾ സ്പെൻഡിങ് എന്ന പ്രോബ്ലം സെൻട്രലൈസ്ഡ് അല്ലാതെ, അതായത് ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പോൾ ഒരു ബാങ്ക് പോലൊരു സെൻട്രൽ അതോറിറ്റി ഉണ്ടെന്ന് കരുതുക. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ അതവിടെ രേഖപ്പെടുത്തും തീർന്നു എന്നത്. പക്ഷേ അവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ടാവും ഇതിനെ മൊത്തം റെഗുലേറ്റ് ചെയ്യാൻ. സെൻട്രലൈസ്ഡ് അതോറിറ്റി എന്നതിന് പകരം നമുക്കതിനെ ഒരു തേർഡ് പാർട്ടി സർവീസ് എന്ന് വിളിക്കാം. അതായത് ആലീസും ബോബിനും ഇടയിൽ വേണമെങ്കിൽ ഒരു ബാങ്ക് ഒരു തേർഡ് പാർട്ടി സർവീസായിട്ട് ആക്ട് ചെയ്യാം. എന്നാൽ ഇതൊന്നുമല്ലാതെ ഒരു സെൻട്രലൈസ്ഡോ അല്ലെങ്കിൽ ഒരു ബാങ്ക്, ഒരു തേർഡ് പാർട്ടി സർവീസോ ഒന്നുമില്ലാതെ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ സംഭവിക്കാം എന്ന പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് ശരിക്കും ബ്ലോക്ക് ചെയിൻ എന്നുള്ള ആശയം വരുന്നത്. 2008 ബിറ്റ് കോയിൻ എ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്ന വൈറ്റ് പേപ്പർ, അതിലൂടെയാണ് ലോകം ബിറ്റ് കോയിൻ എന്ന ആശയം മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന വാക്കിനേക്കാളും കൂടുതൽ നമ്മൾ കേട്ട ഒരു പദമായിരിക്കും ബിറ്റ് കോയിൻ. ബ്ലോക്ക് ചെയിൻ്റെ ആദ്യത്തെ ഇംപ്ലിമെൻറ്റേഷനായിരുന്നു ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഈ പേപ്പറിൻ്റെ ഹെഡിങ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഒരു പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റമാണിത്. അതായത് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ലാതെ എല്ലാ സിസ്റ്റംസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഓരോ നോഡും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഒരു തേർഡ് പാർട്ടി സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് സിസ്റ്റമാണ് ബിറ്റ് കോയിൻ. ഇന്ന് വളരെയധികം ആൾക്കാർ ബിറ്റ് കോയിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ബിറ്റ് കോയിനുകൾ വാങ്ങുന്നുണ്ട്. ബിറ്റ് കോയിൻ എന്നതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വേറെ സെഷനിൽ മനസ്സിലാക്കാം.
ഡബിൾ സ്പെൻഡിങ് എന്ന പ്രോബ്ലത്തെക്കുറിച്ച് നാം ഡിസ്കസ് ചെയ്തിരുന്നു. ബിറ്റ് കോയിൻ ആയിരുന്നു ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി. ഇത് എങ്ങനെ സോൾവ് ചെയ്തു എന്ന ഉത്തരം ബ്ലോക്ക് ചെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. യൂണിവേഴ്സൽ ലെഡ്ജർ സിസ്റ്റം. അതായത് ലെഡ്ജർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തും. യൂണിവേഴ്സൽ ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാ നോഡുകളും ഒരേപോലെ ഒരു ലെഡ്ജറിലായിരിക്കും ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുക. അതായത് എല്ലാവരും അവരുടെ കണക്കുകൾ ഒരു പുസ്തകത്തിൽ എഴുതുന്നത് പോലെ. ബ്ലോക്ക് ചെയിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കുറച്ചുകൂടെ വ്യക്തമായ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ വാക്കുകളും ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ ഓരോ ബ്ലോക്കുകൾ ചേർന്ന് ഗ്രോ ചെയ്യുന്ന ഒരു ലിസ്റ്റാണ്. അതായത് എപ്പോഴും പുതിയ ബ്ലോക്കുകൾ പഴയ ഡാറ്റയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബ്ലോക്കുകളെ ലിങ്ക് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫി എന്ന ടെക്നോളജി യൂസ് ചെയ്താണ്. ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ക്രിപ്റ്റോഗ്രാഫി സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ഇനി ഓരോ ബ്ലോക്കുകളും നമ്മൾ പറഞ്ഞു, കുറേ ബ്ലോക്കുകൾ ചേർന്നിട്ടാണ് ഇവിടെ ബ്ലോക്ക് ചെയിൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഓരോ ബ്ലോക്കുകളിലും എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒരു ബ്ലോക്കിൽ ആ ട്രാൻസാക്ഷൻ ഡേറ്റ എന്താണോ അതുണ്ടാവും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ച പോലെ ടൈം സ്റ്റാമ്പ് ഉണ്ടാകും. അത് എപ്പോഴും സംഭവിച്ചു എന്നതിൻ്റെ തെളിവുണ്ടാകും. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഓഫ് പ്രീവിയസ് ബ്ലോക്ക്. അതായത് ബ്ലോക്കുകൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ബ്ലോക്ക് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഷ് ഉണ്ടാകും. ഹാഷ് എന്നുള്ളത് ഒരു യുണീക്ക് വാല്യൂ ആണ്. തൊട്ട് മുമ്പത്തെ ബ്ലോക്ക് ഏതെന്ന് തിരിച്ചറിയാനുള്ള ഒരു യുണീക്ക് വാല്യൂ ആണ് ഹാഷ്. അത് ജനറേറ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്താണ്. ബ്ലോക്ക് ചെയിൻ്റെ ഓരോ ബ്ലോക്കുകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ ബ്ലോക്കുകളിലും ഡാറ്റ ഉണ്ടാകും. തൊട്ട് മുൻപുള്ള ബ്ലോക്കുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഉണ്ടാകും തൊട്ട് മുമ്പത്തെ ബ്ലോക്കിൻ്റെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പുതിയ ബ്ലോക്കുകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ ഒരു ബ്ലോക്ക് പോലും നമുക്കിതിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ നേരത്തെ ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ അകത്തുള്ള, അതായത് ഒരു ബ്ലോക്കിൻ്റെ അകത്തുള്ള ഡാറ്റയെ ചേഞ്ച് ചെയ്യാനോ ഒരു ബ്ലോക്ക് പൂർണ്ണമായോ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഇതിൻ്റെ കൂടെ പുതിയ ബ്ലോക്കുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ബ്ലോക്ക് ചെയിൻ്റെ അടിസ്ഥാനമായ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ട്രസ്റ്റ്, ട്രാൻസ്പെറൻസി എന്ന രണ്ട് വാക്കുകളെക്കുറിച്ച്. ഈ ബ്ലോക്കുകളുടെ അറേഞ്ച്മെൻറ്റിലൂടെ അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സ്ലൈഡ് നോക്കാം. ഓരോ ബ്ലോക്കുകളും പരസ്പരം കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ബ്ലോക്കിൽ ഉള്ള ഡാറ്റ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തെ ബ്ലോക്കിൽ എപ്പോഴും ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ സൂക്ഷിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ സൂക്ഷിക്കുന്നുണ്ടാകും. ഓരോ ബ്ലോക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുമ്പോഴും ഇതുപോലെ തൊട്ട് മുൻപുള്ള ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ സൂക്ഷിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹാഷ് വാല്യൂ യുണീക്കാണ്. അതിലുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ഈ ചെയിനിൽ നിന്ന് ഒരു ബ്ലോക്ക് പോലും മാറ്റാൻ സാധിക്കില്ല. ഇനിയാണ് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുക. അതായത് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കാര്യം ചേഞ്ച് ചെയ്താൽ ഈ യുണീക്ക് വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ ചെയിൻ ഡിസ്കണക്റ്റഡ് ആവും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ്റെ ട്രസ്റ്റ് എന്ന പ്രോപ്പർട്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കാര്യം എപ്പോഴും ഒരു തവണ രേഖപ്പെടുത്തിയ രേഖ അല്ലെങ്കിൽ ഡാറ്റ പിന്നെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതൊരു ബേസിക് എന്താണ് ബ്ലോക്ക് ചെയിൻ, കുറേ ബ്ലോക്കുകൾ ചേർന്ന് കണക്ട് ചെയ്യുന്നു, അതെങ്ങനെയാണ് സെക്യൂർ ആകുന്നത് എന്നുള്ള അടിസ്ഥാനം മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ സെഷനിൽ നോക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ബ്ലോക്ക് ചെയിൻ്റെ അഡ്വാൻറ്റേജസ്? ശരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന്. ബ്ലോക്ക് ചെയിൻ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അതായത് ഒരു തേർഡ് പാർട്ടി സർവീസ് ഒന്നുമില്ലാതെ പിയർ ടു പിയർ നെറ്റ്വർക്കാണ്. നമ്മുടെ ടോറൻ്റൊക്കെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം, അതൊരു പിയർ ടു പിയർ നെറ്റ്വർക്കാണ്. അതുപോലൊരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ. ഓരോ നോഡും ഈക്വൽ പവറോടുകൂടി ആക്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ. ഇനി
അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇമ്മ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി. ട്രസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സെക്യൂറായ ഒരു സിസ്റ്റത്തിലാണ്. ഇവിടെ ഹാഷ് വാല്യൂ, ഓരോ ബ്ലോക്കും പ്രീവിയസ് ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ സൂക്ഷിക്കുന്നതോടുകൂടി ഒരു യുണീക്നെസ്, അതായത് ഒരു രീതിയിലും അതിലുള്ള ഡാറ്റ മാറ്റാൻ സാധിക്കില്ല എന്നൊരു പ്രോപ്പർട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ കനോട്ട് ബി അൾട്ടേർഡ് ഇൻ എ ബ്ലോക്ക് ചെയിൻ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ബ്ലോക്ക് ചെയിൻ്റെ. ട്രാൻസ്പെറൻസി, കാര്യം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിനിലുള്ള ഓരോ നോഡും, അതായത് ഓരോ കമ്പ്യൂട്ടറും ഈ ഡാറ്റ എല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഡാറ്റ വിസിബിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രാൻസ്പെറൻസി ഉണ്ട്. ഡാറ്റയിൽ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകില്ല. ബ്ലോക്ക് ചെയിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ സെക്ടർ, ചിലപ്പം ബ്ലോക്ക് ചെയിൻ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഫിനാൻഷ്യൽ സെക്ടറിലായിരിക്കും. കാരണം ക്രിപ്റ്റോ കറൻസീസ്, ഫിനാൻഷ്യൽ സെക്ടറിൽ വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസീസ്. ചില രാജ്യങ്ങൾ അതിനെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു, ചിലരത് വേണ്ടാന്ന് പറയുന്നു. എക്കണോമിയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. ഫിനാൻഷ്യൽ സെക്ടറിൽ ബ്ലോക്ക് ചെയിൻ എന്ന കൺസെപ്റ്റ് വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി സർവീസ് ഇല്ലാതെ, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി പോലും ഇല്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ലഭിക്കും എന്നതാണ്. അതുമാത്രമല്ല, പുതിയ ഫിൻടെക് കമ്പനികളെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവരെല്ലാം ഓരോ ട്രാൻസാക്ഷൻ സിസ്റ്റത്തെയും ബ്ലോക്ക് ചെയിനിലേക്ക് എങ്ങനെ പുതിയ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള പ്രൊഡക്റ്റുകളാണെന്ന് കൊണ്ടുവരുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ബിസിനസ്സും ഫിനാൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു ലോങ് ആക്ടിവിറ്റിയാണ്. ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ റോ ഫോമിൽ നിന്ന് അവസാനം കൺസ്യൂമറിൻ്റെ അടുത്തെത്തുന്ന വരെയുള്ള ഒരു വലിയ പ്രോസസ്സ്. ആ പ്രോസസ്സിലെ ഓരോ കാര്യങ്ങളും ഡിഫറെൻറ്റ് സെക്ടേഴ്സിലായിട്ടാണ് കിടക്കുന്നത്. പല പല വ്യക്തികൾ, പല പല ബിസിനസ് യൂണിറ്റുകളായിരിക്കും. ഇതിനെയെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലൊരു വ്യക്തത വരുത്താനും ഒരു ട്രാൻസ്പെറൻസി വരുത്താനും എല്ലാം നമുക്ക് ബ്ലോക്ക് ചെയിൻ കൊണ്ട് സാധിക്കുന്നതാണ്. അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇടയ്ക്ക് വന്നൊരു ന്യൂസായിരുന്നു, ചില സ്റ്റേറ്റ്സ് അവരുടെ കംപ്ലീറ്റ് ഡാറ്റ ബ്ലോക്ക് ചെയിനിലോട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അവരുടെ ഗവർണൻസ് ബ്ലോക്ക് ചെയിനിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് കെയർ, നമുക്കറിയാം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഡാറ്റയാണ് ഹെൽത്ത് കെയറിലും ഇൻഷുറൻസിലും ഉള്ളത്. അതിനെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തുകൊണ്ട്, സെക്യൂറായൊരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എപ്പോഴും ഇൻഷുറൻസ് ഫീൽഡിലോട്ട് ഇറങ്ങുന്ന കമ്പനികൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ശ്രദ്ധിക്കുന്നത് അവരുടെ ഡാറ്റ എങ്ങനെ സെക്യൂർ ആക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാവരും ഡാറ്റ പ്രൈവസിയെക്കുറിച്ച് കൺസേൺഡാണ്. എന്നാൽ അതിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രമല്ല ബ്ലോക്ക് ചെയിൻ്റെ ആപ്ലിക്കേഷൻ, വളരെയധികമുണ്ട്. ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച 3 കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വളരെ അടിസ്ഥാനമായൊരു കാര്യം മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വേറൊരു സെഷനിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.